ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു 10 കാര്യം പറയാൻ പറ്റുമോ? നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? നിങ്ങളുടെ തലമുറയെ കുറിച്ച് പറയാൻ പറ്റുമോ? നിങ്ങളുടെ നാളുകളെ കുറിച്ച് പറയാൻ പറ്റുമോ? അച്ഛാ, മിനിസ്ട്രിയെ കുറിച്ച് ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു 10 കാര്യം പറഞ്ഞു. എനിക്കറിയാം, ഞാനത് പറയുമ്പം ഇത് പറയാൻ നമ്മുടെ അധരം അങ്ങോട്ട് പൊങ്ങത്തില്ല, നമുക്കൊക്കത്തില്ല. കാരണം ആ ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ നമ്മൾ വാ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ കാണുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കർത്താവ് ഇരമ്യാവിനോട് പറയുകയാണ്, ഇരമ്യാവേ, നീ പറയുന്നു നിന്റെ വേദന നിരന്തരമാണ്, നിന്റെ മുറിവ് പൊറുക്കാത്തതാണ്. പക്ഷെ ഞാൻ നിന്നെ വിടുവിക്കാൻ വരുവാ. പക്ഷെ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ മടങ്ങി വരണം. നിന്റെ ആ ചിന്താഗതിക്കകത്തു നിന്ന്, നിന്റെ ആ ഇടുങ്ങിയ മനോഭാവത്തിനകത്തു നിന്ന്, പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന്, നിരാശപ്പെട്ടിരിക്കുന്ന ഇടത്ത് നിന്ന് നീ മടങ്ങി വരണം. Turn back to me. യോവേൽ പ്രവചനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, എങ്കലേക്ക് തിരിവീൻ. അതുപോലെ പറഞ്ഞു, നീ മടങ്ങി വരണം. എന്നിട്ട് നീ അധമമായത് പറയുന്നത് നിർത്തണം, ഉത്തമമായത് പ്രസ്താവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഡെലിവറൻസ് ഭയങ്കരമാണ്. ആ വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നീ അധമമായത് ഒഴിച്ച ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ് എന്റെ വായ് പോലെയാകും. അതും ഒരു ഭയങ്കര വിടുതലല്ലേ? നമ്മുടെ വായ് കർത്താവിന്റെ വായ് പോലെയാകും. അവിടെ കൃത്യമായിട്ട് പറയുക, നീ എന്റെ വായ് പോലെയാകും.